25 വയസ്സുള്ള ആള് 40 വയസ്സുള്ള ആളെ കല്യാണം കഴിച്ചു. 30 വയസ്സുള്ള ആള് 50 വയസ്സുള്ള ആളെ കല്യാണം കഴിച്ചു. ഇതുകൊണ്ട് ഈ സമൂഹത്തിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാക്ക മലന്ന് വറക്കാൻ പോകുന്നില്ല. എന്താ പറയാ, ഭൂമി പൊട്ടിത്തെറിക്കാൻ പോകുന്നില്ല. അല്ലെ? കല്യാണം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു നെസസിറ്റി അല്ല, അത് ഓപ്ഷനാണ്. അത് രണ്ട് വ്യക്തിയുടെ തികച്ചുള്ള തീരുമാനമാണ്. കല്യാണം കഴിക്കേണ്ടെന്ന് ഒരാൾ തീരുമാനിച്ചാൽ അത് അയാളുടെ ഇഷ്ടമാണ്. കല്യാണം ഇപ്പൊ കഴിച്ചാൽ മതി എന്ന് തീരുമാനിക്കുന്ന അയാളുടെ ഇഷ്ടമാണ്. പക്ഷെ ഒരിക്കലും ഒരാളുടെ ഡ്രീം ബുക്കിൽ എനിക്ക് കല്യാണം കഴിക്കണം എന്നുള്ളൊരു ഡ്രീം ഉണ്ടെന്ന് തോന്നുന്നില്ല. സോ ഇതൊക്കെ അവരുടെ പേഴ്സണൽ ഇഷ്ടമാണ്. ആൻഡ് ചിലർ ചോദിക്കുന്നുണ്ട് ഏജ് ഒരു ഫാക്ടർ ആണോ എന്നുള്ളത്. ഏജ് ഒരു ഫാക്ടറാണ്. ഇന്ത്യൻ ഭരണഘടന പ്രമാണിച്ച് അല്ലെങ്കിൽ അതിനെ മാനിച്ചിട്ട് 18 വയസ്സിന് ശേഷം കല്യാണത്തിനെ പറ്റി ചിന്തിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇൻ മൈ പെർസെപ്ഷൻ വാട്ട് ഐ എം ടെല്ലിംഗ് ഈസ്, പഠിച്ച് ജോലി ഉണ്ടാക്കി ഇൻഡിപെൻഡന്റ് ആക്കി ഒരുപാട് രാജ്യങ്ങൾ കീഴടക്കാനുണ്ട്, ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്, എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അല്ലാതെ എടുത്തോ പിടിച്ചോ പെട്ടെന്ന് കല്യാണം കഴിച്ചിട്ട് ആ ഒരു കമ്മിറ്റ്മെന്റ് ടേക്കപ്പ് ചെയ്യാനുള്ള സിറ്റുവേഷൻ നിങ്ങളല്ലാന്നുണ്ടെങ്കിൽ അത് ഫെയിലിയർ ആവും. 25 വയസ്സുള്ള ആള് 40 വയസ്സുള്ള ആളെ കല്യാണം കഴിച്ചു. 30 വയസ്സുള്ള ആള് 50 വയസ്സുള്ള ആളെ കല്യാണം കഴിച്ചു. ഇതുകൊണ്ട് ഈ സമൂഹത്തിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാക്ക മലന്ന് വറക്കാൻ പോകുന്നില്ല. എന്താ പറയാ, ഭൂമി പൊട്ടിത്തെറിക്കാൻ പോകുന്നില്ല. അല്ലെ? കല്യാണം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു നെസസിറ്റി അല്ല, അത് ഓപ്ഷനാണ്. അത് രണ്ട് വ്യക്തിയുടെ തികച്ചുള്ള തീരുമാനമാണ്. കല്യാണം കഴിക്കേണ്ടെന്ന് ഒരാൾ തീരുമാനിച്ചാൽ അത് അയാളുടെ ഇഷ്ടമാണ്. കല്യാണം ഇപ്പൊ കഴിച്ചാൽ മതി എന്ന് തീരുമാനിക്കുന്ന അയാളുടെ ഇഷ്ടമാണ്. പക്ഷെ ഒരിക്കലും ഒരാളുടെ ഡ്രീം ബുക്കിൽ എനിക്ക് കല്യാണം കഴിക്കണം എന്നുള്ളൊരു ഡ്രീം ഉണ്ടെന്ന് തോന്നുന്നില്ല. സോ ഇതൊക്കെ അവരുടെ പേഴ്സണൽ ഇഷ്ടമാണ്. ആൻഡ് ചിലർ ചോദിക്കുന്നുണ്ട് ഏജ് ഒരു ഫാക്ടർ ആണോ എന്നുള്ളത്. ഏജ് ഒരു ഫാക്ടറാണ്. ഇന്ത്യൻ ഭരണഘടന പ്രമാണിച്ച് അല്ലെങ്കിൽ അതിനെ മാനിച്ചിട്ട് 18 വയസ്സിന് ശേഷം കല്യാണത്തിനെ പറ്റി ചിന്തിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇൻ മൈ പെർസെപ്ഷൻ വാട്ട് ഐ എം ടെല്ലിംഗ് ഈസ്, പഠിച്ച് ജോലി ഉണ്ടാക്കി ഇൻഡിപെൻഡന്റ് ആക്കി ഒരുപാട് രാജ്യങ്ങൾ കീഴടക്കാനുണ്ട്, ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്, എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അല്ലാതെ എടുത്തോ പിടിച്ചോ പെട്ടെന്ന് കല്യാണം കഴിച്ചിട്ട് ആ ഒരു കമ്മിറ്റ്മെന്റ് ടേക്കപ്പ് ചെയ്യാനുള്ള സിറ്റുവേഷൻ നിങ്ങളല്ലാന്നുണ്ടെങ്കിൽ അത് ഫെയിലിയർ ആവും.